120 മണിക്കൂറിന്റെ ബാറ്ററി ലൈഫ്. ഒരു TWSൽ 120 മണിക്കൂറിന്റെ ബാറ്ററി ലൈഫ് കിട്ടില്ല സംഗതിയല്ലേ. മാത്രമല്ല കോൾ ക്വാളിറ്റി. ഇതാ ഒരു സാമ്പിൾ കേട്ട് നോക്കിയേ. ഞാനിപ്പോ നിൽക്കുന്ന ഹൈവേയുടെ സൈഡിലാണ്. ഇതുപോലെ വണ്ടികൾ കീറി പാഞ്ഞുകൊണ്ടിരിക്കുന്ന റോഡിൽ കൂടെ എത്രത്തോളം ക്ലിയർ ആയിട്ട് എന്റെ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാം. എങ്ങനെയുണ്ട് കോളിന്റെ ക്വാളിറ്റി? എന്നാൽ അത്ര കൊണ്ട് തിരക്കില്ലാത്തൊരു സ്ഥലത്തു നിന്നാണ് നിങ്ങൾ സംസാരിക്കുന്നെങ്കിൽ ഇതുപോലുള്ള ഒരു കോൾ ക്വാളിറ്റിയും കിട്ടും. എങ്ങനെയുണ്ട് സംഗതി? കൊള്ളാവോ? ഈ ഒരു കോൾ ക്വാളിറ്റിക്ക് കാരണം ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന 4 മൈക്കുകൾ ENX ടെക്നോളജി അടക്കമുള്ള 4 മൈക്കുകളാണ്. സോ തീർച്ചയായിട്ടും നല്ല കോൾ ക്വാളിറ്റി ഉണ്ട്. മാത്രമല്ല ഇതിനകത്ത് ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷനും എനേബിൾഡ് ആണ്. ഇത് 10,000 രൂപയുടെ ഒന്നും അല്ല കേട്ടോ. ബജറ്റ് റേഞ്ചിൽ ഇറങ്ങിയിരിക്കുന്ന ഒരു TWS ആണ്. ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ മുൻപത്തെ വേർഷന്റെ വീഡിയോ ചെയ്യാൻ വേണ്ടി ഒരുപാട് പേര് എന്നോട് ചോദിച്ചിരുന്നു. നിർവാണ അയണിന്റെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഹൈലി സക്സസ് ആയ ഒരു TWS ആയിരുന്നു ബോട്ടിന്റെ നിർവാണ അയൺ. ഇന്ന് അതിന്റെ അടുത്ത ജനറേഷനായ നിർവാണ അയൺ ANC ആണ് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത്. ഒരു ക്വിക്ക് അൺബോക്സിംഗ്, പിന്നെ ഇതിന്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. ഒരു വല്ലാത്ത ഫിനിഷിംഗ് ആണ് കേട്ടോ. പ്രതാപ് ജി എന്ന പേരൊക്കെ ഇതിനകത്ത് ആലേഖനം ചെയ്ത് വന്നിട്ടുണ്ട്. ഒരു 100 രൂപ കൂടുതൽ കൊടുത്താൽ നിങ്ങൾക്കും നിങ്ങളുടെ പേര് ആലേഖനം ചെയ്ത് കിട്ടും നിങ്ങൾ വാങ്ങിക്കുന്ന നേരത്ത്. ഓക്കെ, അത് കൂടാതെ ഇതിനകത്ത് ചാർജിങ് കേബിൾ ഉണ്ട്, ഒപ്പം തന്നെ ഇയർ ടിപ്പുകളും വരുന്നുണ്ട്. അത് കൂടാതെ കുറച്ച് ഡോക്യുമെന്റേഷനും. അപ്പോൾ അൺബോക്സിംഗ് കഴിഞ്ഞു, ഇതെല്ലാം മാറ്റി വെക്കാം, നേരെ TWSലേക്ക് വരാം. ഇതാണ് നിർവാണ അയൺ ANC. ഇതിന്റെ ലുക്ക് തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറും സ്റ്റൈലൊക്കെ വാങ്ങിക്കുക. എന്തായാലും എൻ്റെ കയ്യിൽ കിട്ടിയിരിക്കുന്ന ഈ ഒരു സംഗതി വളരെ നല്ലൊരു ഫിനിഷാണ്. ഭയങ്കര ഫിനിഷിങ്ങും ബിൽറ്റ് ക്വാളിറ്റിയും കൊടുത്തുകൊണ്ടാണ് ഒരു പ്രീമിയം സെഗ്മെന്റിനോട് മത്സരിക്കുന്ന തരത്തിലുള്ള ഒരു ഡിസൈനും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. നന്നായിരിക്കുന്നു തന്നെ പറയാം. ഒപ്പം തന്നെ വളരെ കോമ്പാക്ട് ആയിട്ടുള്ള ഒരു സൈസുമാണ്. പോക്കറ്റിലൊക്കെ ഇതുപോലെ ഈസി ആയിട്ട് ഇട്ടുകൊണ്ട് നടക്കാം. IPX4ന്റെ വാട്ടർ റേറ്റിംഗ് ഒക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് അത്യാവശ്യം വയർപ്പൊക്കെ ആയാലും പെട്ടെന്നൊന്നും വെള്ളം കയറി നാശമാവുന്ന ഒരു അവസ്ഥയില്ല. താഴെ റീസെറ്റ് ബട്ടണും Type-C പോർട്ടും കാണാം. Type-C ഇന്റർഫേസ് ആണ്. ഓപ്പൺ ചെയ്യാം, TWS കയ്യിലോട്ട് എടുക്കാം. അതും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയുണ്ട്. ചെവിയിൽ വെക്കുമ്പോഴൊക്കെ വളരെ പെർഫെക്റ്റ് ആയ രീതിയിൽ ഫിറ്റ് ആയിരിക്കുന്നുണ്ട്. നല്ല കംഫർട്ട്. ഇതിന്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഭാഗങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞാൽ ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ അടക്കമാണ് ഈ ഒരു TWS വരുന്നത്. നമ്മൾ ചുമ്മാ എടുത്ത് അങ്ങ് ചെവിയിലോട്ട് വെക്കുക, ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ഓൺ ആയിരിക്കും. വേണ്ടെങ്കിൽ ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്ത് അത് ട്രാൻസ്പെറന്റ്, അതായത് ആംബിയൻ മോഡിലേക്ക് മാറ്റാം. പുറത്തുള്ള സൗണ്ടുകൾ കേൾക്കുന്ന തരത്തിലേക്ക് മാറ്റാം. വീണ്ടും ഹോൾഡ് ചെയ്തുകൊണ്ട് ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ എനേബിൾ ചെയ്യാം. സോ ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ അടക്കമാണ് ഈ TWS വരുന്നത്. ഇത് കണക്ട് ചെയ്യാനും വളരെ ഈസിയാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം ഇൻസ്റ്റാ വേക്ക് ആൻഡ് പെയർ എന്ന ടെക്നോളജിയാണ്. അതായത് പെട്ടെന്ന് തന്നെ അതിൽ സിഗ്നൽ കാണിക്കും. നമുക്ക് അപ്പം തന്നെ അവിടെ കണക്ട് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഫോണിലേക്ക് ഈസി ആയിട്ട് കണക്ട് ആവും. പിന്നെ ആപ്പ് ഓപ്പൺ ചെയ്യാം. ആപ്പിനകത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇതിന്റെ ബാറ്ററി ലൈഫ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ 120 മണിക്കൂറിന്റെ ബാറ്ററി ലൈഫാണ്. ഒരു തവണ ചാർജ് ചെയ്താൽ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് കേസ് അടക്കം 120 മണിക്കൂർ ഉപയോഗിക്കാം. ഇനി നിങ്ങൾ ഇതിനകത്ത് TWS മാത്രം എടുത്താണ് ഉപയോഗിക്കുന്നതെങ്കിൽ 24 മണിക്കൂറിന്റെ ബാറ്ററി ലൈഫാണ് അവർ പറയുന്നത്. ഒരു ദിവസം സുഖമായിട്ട് കൊണ്ടു നടക്കാം. 24 മണിക്കൂർ കറക്റ്റായിട്ട് കിട്ടിയില്ലെങ്കിലും ഒരു ദിവസം എന്തായാലും കിട്ടുന്ന കാര്യത്തിൽ തർക്കം വേണ്ട. സാധാരണ TWSകൾ 4 മണിക്കൂർ 5 മണിക്കൂർ കഴിയുമ്പോൾ ഓഫ് ആവും മാക്സിമം. പക്ഷേ ഇത് അതിനപ്പുറത്തേക്ക് പോവാണ്. ആ കാര്യം എന്തായാലും അടിപൊളിയായി. ഈ അടിപൊളി ബാറ്ററി ലൈഫിന്റെ ഒപ്പം തന്നെ ASAP ചാർജിംഗ് എന്ന ഇവരുടെ ഫാസ്റ്റ് ചാർജിംഗ് സംവിധാനവും വരുന്നുണ്ട്. അതോടുകൂടി തന്നെ ഫാസ്റ്റ് ചാർജിങ്ങും ബാറ്ററി ലൈഫും രണ്ടിലും ഈ ഒരു ഇയർബഡ് അടിപൊളിയായി മാറുകയാണ്. ഇനി ഇത് ഗെയിം കളിക്കാൻ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഗെയിം കളിക്കാം, ഒരു വിഷയമില്ല. നമുക്ക് BGM ഒക്കെ ഞാനിവിടെ കളിച്ച് നോക്കി. ബീസ്റ്റ് മോഡ് നമുക്കിവിടെ ഡബിൾ ടാപ്പ് ചെയ്തുകൊണ്ട് ബീസ്റ്റ് മോഡ് എനേബിൾ ചെയ്യാം. അങ്ങനെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നൈസായിട്ട് ഗെയിം കളിക്കാം. ലാഗ് ഒന്നുമില്ല. ഞാൻ ഒരു ചെറിയ സാമ്പിളോടെ കേൾപ്പിച്ചു തരാം. കണ്ടോ, ഫയറിംഗ് സൗണ്ട് ഏറെക്കുറെ ആക്യുറേറ്റ് ആണ്. അതായത് ലേറ്റൻസി ഇല്ലാതെ നല്ല ക്ലാരിറ്റിയിൽ ഡീസന്റ് ആയിട്ട് ഗെയിം കളിക്കാൻ പറ്റും ഇതിൽ ബീസ്റ്റ് മോഡ് ഉപയോഗിച്ചുകൊണ്ട്. ഓക്കെ, അപ്പോൾ ഗെയിമിംഗ് മോഡിനെ കുറിച്ച് മനസ്സിലായി. സൗണ്ട് ക്വാളിറ്റി എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബോട്ടിന്റെ TWS ആണ്. സോ സൗണ്ട് ക്വാളിറ്റിയിൽ ഡൗട്ട് ഒന്നും വേണ്ട. അവരുടെ സിഗ്നേച്ചർ സൗണ്ട് എന്ന മോഡ് എനേബിൾ ചെയ്ത് ഉപയോഗിക്കാനാണ് എനിക്കിഷ്ടം. ബാലൻസ്ഡ് മോഡും ഉണ്ടായിരിക്കും. രണ്ടും നിങ്ങൾക്ക് ഇതിൽ ടാപ്പ് ചെയ്തുകൊണ്ട് തന്നെ ഈ 2 മോഡുകൾ മാറി മാറി ഉപയോഗിക്കാൻ സാധിക്കും. ഇതിനകത്ത് 10mm ഡ്രൈവറാണ് വരുന്നത്. HiFi 5ന്റെ ക്രിസ്റ്റൽ ബയോണിക് മോഡും ഉൾപ്പെടുന്നുണ്ട്. പിന്നെ ബോട്ടിന്റെ അഡാപ്റ്റീവ് EQ പവേർഡ് ബൈ മിമി മുമ്പത്തെ വീഡിയോകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു സംഗതി വരുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ കസ്റ്റമൈസ് ചെയ്തും ഉപയോഗിക്കാം. സോ മൊത്തത്തിൽ സൗണ്ട് ക്വാളിറ്റി, പാട്ട് കേൾക്കാനും സിനിമ കാണാനായാലും ഒക്കെ സെറ്റാണ്, ഒരു വിഷയമില്ല. ഇനി ഇത് കൂടാതെ ഇത് ഫുൾ ടച്ച് കൺട്രോൾ ആണ്. സോ അതിൽ വേറൊരു കൺഫ്യൂഷനും വേണ്ട. പിന്നെ മൾട്ടി പോയിന്റ് കണക്ടിവിറ്റി, നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ ഇത് കണക്ട് ചെയ്യാം. അതേസമയം തന്നെ ടാബിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലോ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു വിഷയമില്ല. നിങ്ങൾ കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഫോണിൽ ഒരു കോൾ വരികയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി മാറി ഫോണിലേക്ക് കണക്ട് ആവുകയും നമുക്ക് സംസാരിക്കുകയും ചെയ്യാൻ കഴിയുന്ന ഓട്ടോമാറ്റിക്കലി സ്വിച്ച് ചെയ്യുന്ന മൾട്ടി പോയിന്റ് കണക്ടിവിറ്റി സംവിധാനം ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ ഇന്നിയർ ഡിറ്റക്ഷൻ, നമ്മൾ ചെവിയിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് നമ്മൾ എന്താണോ പ്ലേ ചെയ്തിരുന്നത് അത് പ്ലേ ആയിക്കോളും. അതേപോലെ നമ്മൾ ചെവിയിൽ നിന്ന് എടുത്താൽ താനെ പോസ് ആവും, വീണ്ടും വെച്ചാൽ പ്ലേ ആവും. സോ അങ്ങനെയുള്ള എല്ലാ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സും ഈ ഒരു TWSൽ ബോട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് പുതിയ വെർഷനാണ്.
നിർവാണ അയോൺ ANC. എടുത്തു പറയുന്നതിന്റെ കാരണം നിർവാണ അയോൺ വേറെയുണ്ട്, ഇതാണത്. ഇത് അയോൺ ANC എന്ന് പറയുന്നത് വേറെയാണ്, സെപ്പറേറ്റ് ആണ്. ഇത് രണ്ടിൽ ഏതാണോ നിങ്ങൾക്ക് വേണ്ടത് അത് നോക്കിക്കൊണ്ട് പർച്ചേസ് ചെയ്യുക. ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇതിന്റെ ലോഞ്ച് പ്രൈസ് 2499 രൂപയാണ്. വരും സമയങ്ങളിൽ വിലയ്ക്ക് ചിലപ്പോൾ വേരിയേഷൻസ് ഉണ്ടാവാം, അത് മാത്രം ഒന്ന് ഓർത്ത് വെക്കുക. ലോഞ്ച് ഡേറ്റ് ഡിസംബർ 22 തീയതിയാണ്. ഫ്ലിപ്കാർട്ട്, botlifestyle.com തുടങ്ങിയ സൈറ്റുകളിൽ നിങ്ങൾക്ക് ഇത് അവൈലബിൾ ആയിരിക്കും. എന്തായാലും പർച്ചേസ് ലിങ്ക് താഴെയുണ്ട്, ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ ഞാൻ എന്തെങ്കിലുമൊക്കെ ഇതിൽ പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റിൽ ചോദിക്കാം. ഞാൻ അത് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. നിങ്ങൾ ചോദിച്ചു കഴിയുമ്പോൾ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ആഡ് ചെയ്ത് വെക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു പൂർണ്ണത കിട്ടുമല്ലോ, എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. സോ അപ്പോൾ അങ്ങനെയാണ് നിർവാണ അയോൺ ANCയുടെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം.